ഹലോ. അപ്പൊ എനിക്ക് വന്ന മറ്റൊരു മെസ്സേജാണ്. ചേച്ചിക്ക് ജോബ് കിട്ടിയ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എങ്ങനെയാണ് ജോബ് കിട്ടിയത്? അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജോബ് സീക്ക് ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ കുറച്ച് ഉപകാരമാവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. 2024 ഒക്ടോബർ 1 ഞാൻ UAE എത്തുന്നത്. അപ്പം നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പൊ ആ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ ഓൾറെഡി എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാ ജോബ് കിട്ടുമോ, നമുക്കുള്ള ഒരു ജോബ് നഷ്ടപ്പെടുത്തിയോണ്ട് വരുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഞാൻ ജോബ് സീക്ക് ചെയ്യാൻ തുടങ്ങി. നൗക്കരി, അതേപോലെ ലിങ്ക്ഡിന്, ഇൻഡീഡ്, അങ്ങനെ കുറെ ആപ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് അതെല്ലാം CV എല്ലാം ഇട്ടിട്ട് എല്ലാ വേക്കൻസീസിലേക്കും ട്രൈ ചെയ്യാൻ തുടങ്ങി. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആഡായി അതിൽ വരുന്ന എല്ലാ വേക്കൻസീസും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഒരു ഒക്ടോബർ 4 ഒക്കെ ആയ സമയത്ത് എനിക്കൊരു ഇന്റർവ്യൂ കോൾ വന്നു. അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ലൈഫ് ഫാർമസി എന്നുള്ള ഒരു മെയിലായിരുന്നു അത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത്ര ഈസി ആയിരുന്നോ ജോബ് കിട്ടാന്ന്? മീൻസ് എനിക്ക് ഈ ജോബ് കിട്ടിയ പോലെ ആയിരുന്നു ഒരു ഇന്റർവ്യൂ കിട്ടിയ സമയത്ത്. സോ ഒക്ടോബർ 4 ഞാൻ ആ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു. പക്ഷെ എന്താ അവരുടെ ക്രൈറ്റീരിയ ബേസ്ഡ് അല്ലായിട്ടാണോ എന്താണെന്നറിയില്ല, അവര് എനിക്ക് 2 days കഴിഞ്ഞപ്പോ ഒരു മെയിൽ അയക്കണ്ടായി, ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ വരുമ്പോൾ നമ്മളെ അറിയിക്കാം എന്നുള്ള രീതിയിൽ. ശേഷം എനിക്ക് ഇതേപോലെയുള്ള ഇൻഡിവിജ്വൽ ഫാർമസീസിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത കുറച്ച് ഇന്റർവ്യൂ കോളൊക്കെ കിട്ടി. ചിലത് ഫോണിൽ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ കൂടുതലായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഒത്തിരി പേരുമായിട്ട് ഞാൻ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു. ഇതേപോലെ അജ്മാൻ, ഷാർജ ഏരിയയിലൊക്കെ ഇതേപോലെ ഇന്റർവ്യൂ വന്നു. എങ്ങനെ ഈ ചെറിയ ചെറിയ ഫാർമസീസിൽ. അപ്പൊ അവിടെയൊക്കെ മിക്കതും ചോദിച്ചത് ഓൺ വിസയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വിസ. അപ്പൊ ഇത് രണ്ടും എനിക്ക് അപ്പൊ പോസിബിൾ അല്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് കുറെ ഓഫറൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി. അതേപോലെ ഞാൻ ഫേസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായ കാര്യം, ഇവിടെ നമുക്ക് ഫാർമസി റിലേറ്റഡ് നോളജ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ സീക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർ സീക്ക് ചെയ്യണത് എന്താന്ന് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്, നമുക്ക് സെയിൽ ചെയ്യാനുള്ള കഴിവുണ്ടോ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ, കസ്റ്റമറുമായിട്ട് സംസാരിച്ച് അവരെ കൊണ്ട് നമ്മൾ ഈ OTC പ്രൊഡക്ട്സ് ഒക്കെ അല്ലേ, അത് സെയിൽ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് അവർ കൂടുതലായിട്ടും ചെക്ക് ചെയ്യും. ഈ വീഡിയോ കുറച്ച് ലോങ് ആയി പോകും, അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്താലോ?